നമസ്കാരം സുഹൃത്തുക്കളെ, SATയുടെ 15ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സയൻസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സയൻസിലെ ടേബിളുകളും കോളങ്ങളും പിക്ചറുകളും ഒക്കെ എടുത്തിട്ട് പഠിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുമല്ലോ അല്ലേ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി നോക്കൂ, നമ്മൾ ഇന്നലെ ഹൈഡ്രോളിക് ജാക്ക്, നമ്മൾ പാസ്കൽ നിയമത്തെ കുറിച്ചിട്ടൊക്കെ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കൂ, ചലിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ആക്കമുണ്ടല്ലോ. ഉയർന്ന ആക്കമുള്ള വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് നിർത്തുന്നത് എളുപ്പമല്ല. ഉയർന്ന ആക്കമുള്ള വാഹനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് വണ്ടി നിർത്താനായിട്ട് സാധിക്കില്ല. കൃത്യതയോടുകൂടിയ ആധുനിക ബ്രേക്കിംഗ് രീതികൾ പോലും ഘർഷണം കുറഞ്ഞ നിലവാരമില്ലാത്ത റോഡുകളിൽ പരാജയപ്പെടുന്നു. അമിത വേഗവും അശ്രദ്ധയും ദിനം പ്രതി എത്രയെത്ര അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. ഏറ്റവും സുരക്ഷിതമായ ബ്രേക്കിങ്ങിന് ചലിക്കുന്ന രണ്ട് വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 10 മീറ്റർ ദൂരമെങ്കിലും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഏറ്റവും സുരക്ഷിതമായ ബ്രേക്കിങ്ങിന് എന്ത് ചെയ്യണം, ചലിക്കുന്ന രണ്ട് വാഹനങ്ങൾ, അപ്പുറം ഇപ്പുറം വാഹനങ്ങൾ ഉണ്ടാകുമല്ലോ, അതിൽ കുറഞ്ഞത് 10 മീറ്റർ ദൂരമെങ്കിലും എന്ത് ചെയ്യണം, അകലം പാലിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. വാഹനങ്ങളുടെ വേഗത്തിനനുസരിച്ച് ഈ ദൂരം കൂടിയിരിക്കുന്നത് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുപോകരുത്. ഓക്കെ, എപ്പോഴും എന്തിനു തന്നെ ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടുകൊടുക്കുക. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. പഠിക്കണം, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, അതായത് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ഏതിന്, ഒരു വസ്തുവിന്, ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിതമായ ഒരു ബാഹ്യബലം ഉണ്ടാകും അല്ലെ, അതിന് നേർ അനുപാതത്തിലായിരിക്കും. ഓക്കെ, വസ്തുവിൽ പ്രയോഗിക്കുന്ന ഒരു ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും ആ വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. ഇനി ബലത്തിന്റെ യൂണിറ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂട്ടൺ ആണ് കേട്ടോ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മാസ് അല്ലെ, 1 കിലോഗ്രാം മാസാണ് ഒരു വസ്തുവിനുള്ളത്. അതിന് ആക്സിലറേഷൻ അല്ലെ, ത്വരണം ഉണ്ടാക്കാൻ എത്രയാണ്, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കാൻ എത്ര ബലം വേണം, 1 ന്യൂട്ടൺ ആണ് കേട്ടോ. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കാൻ എത്ര ബലം പ്രയോഗിക്കണം, 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് എന്ത് ചെയ്യാം, ഇത് പ്രീവിയസ് ആയിട്ട് ഈ ചോദിച്ചിട്ടുണ്ട്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ആക്ക വ്യത്യാസം സ്ഥിരമാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ബലം ഉണ്ടല്ലോ, അതിനൊരു സമയം വേണം അല്ലെ. ഒരു ബലം അനുഭവപ്പെടണമെങ്കിൽ അതിനൊരു സമയം വേണം. ആ പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും കേട്ടോ. ആക്ക വ്യത്യാസം സ്ഥിരമായിരിക്കുകയാണെങ്കിൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന്, ഇവിടെ ശ്രദ്ധിക്കണം, സമയത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ഇനി ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം, വെരി 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 ഇമ്പോർട്ടന്റ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. നോക്കാം, സന്ദർഭങ്ങളും പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും തന്നിട്ടുള്ള മൂന്നാം ചലന നിയമത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഇത് തന്നിട്ടുണ്ട്, സന്ദർഭം തന്നിട്ടുണ്ട്. ജലത്തിന്റെ ഉപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുന്നു. നമ്മൾ അതൊന്ന് സങ്കല്പിക്കുക, നമ്മൾ തന്നെ തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുന്നതായിട്ട് സങ്കല്പിക്കുക. പ്രവർത്തനം എന്തായിരിക്കും, ആള് തോണിയിലേക്ക് പ്രയോഗിക്കുന്ന, നമ്മളപ്പോ ചാടുന്ന സമയത്ത് തോണിയിൽ ഒന്നും കൂടി പ്രസ് ചെയ്യും അല്ലെ. ആ ആൾ തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി തോണി എന്ത് ചെയ്യും, പിറകോട്ട് നീങ്ങുന്നു. പ്രതിപ്രവർത്തനം എന്തായിരിക്കും, തോണി ആളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായിട്ട് അയാള് മുന്നോട്ട് ചലിക്കും. നമ്മൾ കൊടുക്കുന്ന ബലം, തോണിയിൽ ചാടുന്ന സമയത്ത് തോണി കൊടുക്കുന്ന ബലത്തിന്റെ ഫലമായിട്ട് തോണി ബാക്കോട്ടും, പിന്നെ നമ്മൾ ഈ പ്രയോഗിക്കുന്നതിന്റെ ഫലമായിട്ട്, ബലം കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് തോണി പിറകോട്ട് നീങ്ങുന്നുണ്ട് അല്ലെ. തോണി എന്താ ചെയ്യുന്നത്, ഇപ്പോ ആളിനെ മുന്നോട്ടും മാറ്റുന്നു കേട്ടോ.
ഇനി പ്രവർത്തനവും പ്രതിപ്രവർത്തനവും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ഫലങ്ങളാണ്. ഒരേ സമയം പ്രതിപ്രവർത്തനവും പ്രവർത്തനവും എന്താണ്? ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ഫലമാണ്. ഇവ തമ്മിൽ തീരെ സമയവ്യത്യാസം ഇല്ല എന്നതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് പ്രതിപ്രവർത്തനം ഉളവാകുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ബലം പ്രവർത്തനമായും ഇതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാക്കുന്ന ബലം പ്രതിപ്രവർത്തനമായും പരിഗണിക്കാവുന്നതാണ്. ഇപ്പൊ രണ്ട് വസ്തുക്കളിൽ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ഒന്നിൽ എന്തായിരിക്കും? അത് പ്രവർത്തനവും രണ്ടിൽ പ്രതിപ്രവർത്തനവും ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തോണിയിൽ നിന്ന് നമ്മൾ മനുഷ്യൻ ഇറങ്ങുന്നത്. പ്രവർത്തനം തോണി പുറകോട്ട് പോകുന്നതും പ്രതിപ്രവർത്തനം നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതും. ഇനി ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. ഒരു ബാഹ്യബലം, അതായത് ഒരു വ്യൂഹത്തില് നമ്മളൊരു ബാഹ്യബലം പ്രയോഗിച്ചിട്ടില്ല എങ്കിൽ ആക്കം അവിടെ എന്തായിരിക്കും? സ്ഥിരമായിരിക്കും ട്ടോ. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് ട്ടോ. ഇതൊരു വൃത്തമാണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണത്തിനെയാണ് ഏത്? അഭികേന്ദ്ര ത്വരണം എന്ന് പറയുന്നത്. വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് വൃത്താകാര പാതയിലൂടെയുള്ള ചലനമല്ലേ വർത്തുള ചലനം എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് കോമ്പസ് ഇതാക്കുന്നതൊക്കെ അല്ലെ വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് അല്ലെ. അതുപോലെ കല്ലില് ചരട് കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കറക്കുന്നത് എന്തിനു ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അപ്പോ ഈ വർത്തുള ചലനത്തിന് വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്നതാണ് അഭികേന്ദ്ര ത്വരണം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ്. ഇതിലേക്ക് ഉണ്ടാക്കുന്ന ത്വരണത്തിന് ഇതിനാവശ്യമാണ് എന്താണ്? ബലം വേണം അല്ലെ. അതിനെ പറയുന്ന പേരാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലായിരിക്കും ട്ടോ. ഇവിടെ എന്താണ്? ബലവും അനുഭവപ്പെടും, ഇവിടെ ത്വരണവും അനുഭവപ്പെടും. എവിടെയാണത്? വൃത്തകേന്ദ്രത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും അനുഭവപ്പെടുന്നത്. എം മാസുള്ള ഒരു വസ്തു ബി പ്രവേഗത്തിൽ ആർ ആരമുള്ള വൃത്തപാതയിൽ വർത്തുള ചലനം നടത്തിയാൽ അഭികേന്ദ്ര ബലം ഫോഴ്സ് എന്ന് പറയുന്നത് mv² ആയിരിക്കും. മാസ് പിന്നെ പ്രവേഗം mv² ആയിരിക്കും. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. വൃത്തപാതയിലൂടെ ഒരു കല്ലിൽ ചരട് കെട്ടിയിട്ട് നമ്മൾ കറങ്ങുന്നതായിട്ട് നോക്കുക. ആ കറങ്ങുന്ന സമയത്ത് വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അത് എന്താണ്? സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഉദാഹരണം തന്നിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഇനി നിവർന്നും തലതിരിഞ്ഞും. ഭൂമിയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിവർന്നതോ തലകീഴായതോ എന്ന് തീരുമാനിക്കുന്നത് ഭൂഗുരുത്വ ബലത്തിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ദിശ ഭൂകേന്ദ്രത്തിലേക്ക് ആണല്ലോ. അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തിന്റെ ദിശ താഴേക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്. പഠിച്ചു വെക്കണം. ഭൂഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ. അപ്പൊ ഭൂഗുരുത്വാകർഷണ ബലം എന്തിനാണ്? സദിശ അളവാണ്. അദിശ അളവാണോ? സദിശ അളവാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു അല്ലെ. മേലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ പോകണ്ടോ? ഇല്ല, ഭൂമിയിലോട്ടാണ് എല്ലാം വന്ന് പതിക്കുന്നത് അല്ലെ. അത് ആകർഷിക്കുകയാണ് അല്ലെ. ഗുരുത്വാകർഷണ ബലമാണ് അവിടെ നടക്കുന്നത്. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് അല്ലെ. ഐസക് ന്യൂട്ടന്റെ ആപ്പിളിന്റെ കഥ തന്നെ നമുക്ക് അറിയാം അല്ലെ. ഭൂമി എല്ലാ വസ്തുക്കളും, നമ്മളൊരു കല്ല് മേലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ്ടോ? ഇല്ല അല്ലെ, താഴേക്ക് വരല്ലേ. അതെന്താണ്? ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഭൂമി കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യാണ്? ആ വസ്തുക്കളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഏതു ബലമാണെന്ന് ചോദിച്ചാൽ ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങള് നെട്ടറ്റ മാമ്പഴം, പ്രീവിയസ് ആണ്. നെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നതും കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നതും എന്തിന് ഉദാഹരണമാണ്? ഭൂഗുരുത്വാകർഷണ ബലത്തിന് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നതും നെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നതും. ഇനി ഇവിടെ ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുന്നുണ്ട്.
ജ്യോതിശാസ്ത്രജ്ഞൻ, ഭൗതികശാസ്ത്രജ്ഞൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നീ നിലകളിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് സർ ഐസക് ന്യൂട്ടൺ. അത് എവിടെ ഒന്ന് പഠിക്കണേ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത് ആരുടെ ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സർ ഐസക് ന്യൂട്ടന്റേതാണ് കേട്ടോ. പ്രിൻസിപ്പിയ ഓഫ് മാത്തമാറ്റിക്ക അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കേട്ടോ. ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കപ്പെടുന്നുണ്ട്. പ്രിൻസിപ്പിയ ഓഫ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പഠിച്ചു വെക്കണേ, ഐസക് ന്യൂട്ടന്റേതാണ്. ഭൗമ ഉപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമാണെന്ന് ന്യൂട്ടൺ എന്ത് ചെയ്തു, നിരീക്ഷിച്ചു. ഭൗമ ഉപരിതലത്തിലെ വസ്തുക്കളും അതുപോലെ ആകാശഗോളങ്ങളുടെയും ചലനവും ഒക്കെ എന്താണ്, ഒരേ പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പോണത് എന്നും കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തതും അദ്ദേഹമാണ്. അപ്പൊ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം, പിന്നെ ഏതാണ് പറഞ്ഞത്, കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തതും ഐസക് ന്യൂട്ടൺ ആണ്. ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ തുടങ്ങിയ മുൻഗാമികളുടെ കണ്ടെത്തലുകൾക്ക് വ്യക്തത വരുത്തിയതും ആര് തന്നെയാണ്, ന്യൂട്ടൺ ആണ്. ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം, ചലന നിയമങ്ങൾ പ്രീവിയസ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്, ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം അല്ലേ, അങ്ങനെ അതും രൂപകൽപ്പന ചെയ്ത ആരാണ്, ഐസക് ന്യൂട്ടൺ ആണ്. എന്നിവ ഭൗതിക ശാസ്ത്ര പഠന മേഖലയിൽ വിപ്ലവങ്ങൾ വരുത്തിയിട്ടുണ്ട്. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഐസക് ന്യൂട്ടൺ ആണ്. ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ബലത്തിന്റെ യൂണിറ്റിന് എന്ത് കൊടുത്തത്, ന്യൂട്ടൺ എന്ന പേര് നൽകിയത് കേട്ടോ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. 2005 നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷത്തിലാണ് ന്യൂട്ടനെ ആ നൂറ്റാണ്ടിലെ എന്ത് ചെയ്തു, ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ സാർവിക ഗുരുത്വാകർഷണ നിയമം, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് അദ്ദേഹമാണ്. പിന്നെ ടൈക്കോ ബ്രാഹെയുടെയും കെപ്ലറുടെയും ഗലീലിയോയുടെയും കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ വ്യക്തത വരുത്തിയത് ഇദ്ദേഹമാണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ കൊണ്ടുവന്നത് ഐസക് ന്യൂട്ടൺ ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് പ്രിൻസിപ്പിയ ഓഫ് മാത്തമാറ്റിക്ക. ഓക്കെ, ഇനി നോക്കാം, നമ്മുടെ ഇവിടെ ജൂലിയസ് പ്ലക്കറിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത്. ഇത് വൈദ്യുത ഡിസ്ചാർജ് എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ഉയർന്നിട്ടാണോ, വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് എന്ത് ചെയ്യുന്നത്, വാതകങ്ങളിൽ കേട്ടോ. എവിടെയാണ്, വാതകങ്ങളിൽ. പോയിന്റുകൾ നോട്ട് ചെയ്യണേ, ഞാൻ അണ്ടർലൈൻ ചെയ്യുമ്പോൾ പോയിന്റുകൾ നോട്ട് ചെയ്യണേ. വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത്. ഇതിനെ എന്ത് പറയുന്നു, വൈദ്യുത ഡിസ്ചാർജ് എന്ന് അറിയപ്പെടുന്നു. വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ഗ്യാസ് ട്യൂബിന്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. ഈ തിളക്കത്തിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കം കാന്തത്തിന്റെ ആകർഷണ വലയത്തിനുള്ളിലാകുന്ന സമയത്ത് തിളക്കത്തിന്റെ സ്ഥാനം എന്താകും, മാറുമെന്നും അദ്ദേഹം കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്നും പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യത്തിലുള്ള തെളിവായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ വാതകങ്ങളിൽ കൂടി വളരെ താഴ്ന്ന മർദ്ദത്തിൽ വൈദ്യുതി കടത്തി വിട്ടിട്ട് വൈദ്യുത ഡിസ്ചാർജ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, ജൂലിയസ് പ്ലക്കർ ആണ് കേട്ടോ. ആരാണ്, ജൂലിയസ് പ്ലക്കർ ആണ്. ഇനി ഇവിടെ വില്യം ക്രോക്സിനെ പറയുന്നുണ്ട്. 1875 ഡിസ്ചാർജ് ട്യൂബ് ഒന്നും കൂടി എന്ത് ചെയ്തു, ഗ്ലിസർ, അതായത് നമ്മൾ നോക്കിയേ, ഹെൻറിച്ച് ഗ്ലിസറിഡ് ആണ് കേട്ടോ. ഇവിടെ ഹെൻറിച്ച് ഗ്ലിസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് വില്യം ക്രൂക്സ് എന്ത് ചെയ്തു, നടത്തിയ പരീക്ഷണങ്ങൾ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി. ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ തന്നെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ടോ, ഇല്ല. നമ്മളിപ്പോൾ പീരിയോഡിക് നിയമങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും അത് എത്ര പേര് ലാവോസിയ, പിന്നെ മെൻഡലീഫ്, മോസ്ലി, ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും പൂർണ്ണതയിൽ എത്തുന്നില്ല അല്ലെ. ഒരു ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടെ ഹെൻറിച്ച് ഗ്ലിസർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഡിസ്ചാർജ് ഇപ്പൊ നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലെ, ഡിസ്ചാർജ് ട്യൂബിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ 1875 ഗ്ലിസർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ചാർജ് ട്യൂബ് ഒന്നും കൂടി എന്ത് ചെയ്തു, നവീകരിച്ചു. എന്നിട്ട് വില്യം ക്രൂക്സ് നടത്തിയ പരീക്ഷണങ്ങള് എന്ത് ചെയ്തു, വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി. വീണ്ടും അദ്ദേഹം വില്യം ക്രൂക്സ് എന്ത് ചെയ്യണ, അതിൽ വീണ്ടും ഒന്നും കൂടി പരീക്ഷണങ്ങൾ നടത്തുകയാണ്. നോക്കിയേ, കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയ്ക്കുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെ കുറിച്ചുമുള്ള പഠനമാണ് ഇതിലേക്ക്
നയിച്ചത്. ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നുമൊക്കെയുള്ള കണ്ടെത്തലിലേക്ക് നയിച്ചത് ഇതാണ് കേട്ടോ. ടിവിയുടെ പിക്ചർ ട്യൂബ്, എക്സ്റേ ട്യൂബിലും എല്ലാം കാഥോഡ് റേ ട്യൂബുകളാണ്. നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന ടിവിയുടെ നമ്മൾ പറയാറില്ലേ പിക്ചർ ട്യൂബ് അടിച്ചു പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പൊ ടിവിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും ഏത് രശ്മികളാണ്, ഏത് ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കാഥോഡ് റേ ട്യൂബിലാണ് കേട്ടോ. ടിവിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബിലും കാഥോഡ് റേ ട്യൂബുകൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിലാക്കണം. പിന്നെ വില്യം ക്രൂക്സ് കാഥോഡ് റേ ട്യൂബിലാണ് എന്ത് ചെയ്തത്? വാതകങ്ങളിലൂടെ വാതകങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് കൂടുതൽ വ്യക്തത നൽകാൻ എന്ത് ചെയ്തത്? കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലാണ് പരീക്ഷണം നടത്തിയത്. പിന്നെ ഇവിടെ കെപ്ലറുടെ നിയമങ്ങളുണ്ട്, നമുക്ക് നോക്കാം. തന്റെ മുൻഗാമിയായിരുന്ന ജോഹനാസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൺ വിൽക്രമവർഗ നിയമം വിശദീകരിച്ചത്. കെപ്ലറുടെ പ്രശസ്തമായിട്ടുള്ള 3 നിയമം: 1-ാം നിയമം, 2-ാം നിയമം, 3-ാം നിയമം പഠിക്കണം. 1-ാം നിയമം, സൂര്യൻ കേന്ദ്രമാക്കിയിട്ട് ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. എങ്ങനെയാണ് പറഞ്ഞത്? സൂര്യൻ എന്ത് ചെയ്യണേ? സൂര്യനെ കേന്ദ്രമാക്കിയിട്ട് എന്താണ്? സൂര്യനെ കേന്ദ്രമാക്കിയിട്ട് എന്ത് ചെയ്യണ? ഗ്രഹങ്ങള് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ, ഗ്രഹങ്ങൾ സൂര്യൻ ഇങ്ങനെ ചുറ്റും എന്ത് ചെയ്യാണ്? ദീർഘവൃത്താകൃതിയില് ഭ്രമണപഥത്തിലൂടെ എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു എന്നതാണ് 1-ാം നിയമം. 2-ാം നിയമത്തിൽ എന്താ പറയുന്നത്? ഈ ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. എ മുതൽ ബി വരെ സഞ്ചരിക്കാൻ എടുത്ത സമയം ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സി മുതൽ ഡി വരെ സഞ്ചരിക്കാൻ എടുത്ത സമയവും തുല്യമാണെങ്കിൽ കെപ്ലറുടെ 2-ാം നിയമപ്രകാരം QAB കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. QAB അതുപോലെ OCD യും എന്താണ് എന്നീ ഭാഗങ്ങളുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും. ഇനി 3-ാം നിയമത്തിൽ പറയുന്നത് ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. ഗണിതപരമായിട്ട് പറഞ്ഞാൽ r³ എത്രയാണ്? t² ട്ടോ. ഇതാണ് ന്യൂട്ടന്റെ 3 നിയമങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1-ാം നിയമം, 2-ാം നിയമം, 3-ാം നിയമം. ഇനി പ്രകൃതിയിലെ ചില ബലങ്ങള് നോക്കാം. പ്രപഞ്ചത്തിൽ പലവിധം ബലങ്ങളുണ്ട്. ഇത് പ്രീവിയസ് ആയിട്ട് ഈ ബോക്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സൗകര്യാർത്ഥം ഇവയെ 2ആയി തരംതിരിക്കാം: സമ്പർക്ക ബലമെന്നും സമ്പർക്കരഹിത ബലമെന്നും. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചേ: വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. സമ്പർക്ക ബലത്തിന് ഉദാഹരണം കേട്ടോ. സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് വിസ്കസ് ബലം, പ്രതല ബലം, വിസ്കസ്, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. ഇനി സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണം നോക്കിക്കേ: ന്യൂക്ലിയർ ബലവും വൈദ്യുത കാന്തിക ബലവും. അതായത് സമ്പർക്ക ബലം പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഫോഴ്സുകൾ മൂലം അനുഭവപ്പെടുന്നത് കണ്ടോ. ഇനി സമ്പർക്കരഹിതമോ വേറൊരു ബാഹ്യശക്തികളുടെ ഒന്നും ഇല്ലാതെ തന്നെ അനുഭവപ്പെടുന്നതാണ് ഏത്? സമ്പർക്കരഹിത ബലം. ന്യൂക്ലിയർ ബലവും വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം എന്നിവ. ഈ ബലങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ബലം, ഇത് എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ബലമാണ്. ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലമാണ് കേട്ടോ. ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലം. ശക്തി കുറഞ്ഞ ബലം, ഇത് ഈ ബോക്സ് നന്നായി പഠിക്കണം കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ആണ്, ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഏരിയ ആണ്. ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലം. ശക്തി കുറഞ്ഞത് ഗുരുത്വാകർഷണ ബലം. ഇനി വസ്തുവിന്റെ ഭാരവും ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലവും. ഒരു വസ്തുവിന് മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. പിന്നെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും അല്ലേ? മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന്റെ കുറയാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ഗുരുത്വാകർഷണ ബലം കുറയും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മേലോട്ട് പോകുന്തോറും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുത്വാകർഷണ ബലം കുറയുന്നുണ്ട്. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചിരുന്നാൽ അതിന് ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശകളിലേക്കും തുല്യ അളവിൽ ആകർഷിക്കുന്നു. അതിനാൽ ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം, ഇത് പഠിക്കണേ, ഇത് ചോദിക്കാറുണ്ട്. ഭൂകേന്ദ്രത്തില് പരിണിത ആകർഷണ ബലം എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. 0 ആയിരിക്കും.
ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. പഠിക്കണേ, ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ഒരു ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നില്ല? വസ്തുവിന്റെ മാസിനെ ഒരിക്കലും ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. പഠിക്കണം, ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്തിനെ ആശ്രയിക്കുന്നില്ല? ആ വസ്തുവിന്റെ മാസിനെ ഒരിക്കലും ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എങ്ങനെയാണ്? ഒരുപോലെയാണ്. ഇനി ചന്ദ്രനില് ജിയുടെ മൂല്യം പഠിക്കണം. ചന്ദ്രന്റെ മാസ് എമ്മും ആരം 6 എങ്കിൽ ചന്ദ്രനിലെ ജിയുടെ മൂല്യം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം 1/6 ഭാഗമാണ് കേട്ടോ. ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം 1/6 ഭാഗമാണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി സൗരയൂഥവും ഗുരുത്വാകർഷണ ബലവും. സൗരയൂഥത്തിൽ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ പരിക്രമണം ചെയ്യുകയാണ് അല്ലെ. ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങളും പരിക്രമണം ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായി നൽകുന്നത് ഏത് ബലമാണ്? ഗുരുത്വാകർഷണ ബലം. നമ്മൾ പറഞ്ഞില്ലേ, ഗുരുത്വാകർഷണ ബലത്തിന് ഉദാഹരണമല്ലേ സൂര്യന് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതൊക്കെ എന്താണ്? ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുമ്പോൾ ഉപഗ്രഹങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഗ്രഹങ്ങളിൽ നിന്നാണ് കേട്ടോ. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം ഗ്രഹങ്ങൾക്ക് ലഭിക്കും. ആ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുമ്പോൾ ഉപഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഗ്രഹങ്ങളും കൊടുക്കും. സൂര്യൻ ഗ്രഹങ്ങൾക്കും ഗ്രഹങ്ങള് ഉപഗ്രഹങ്ങൾക്കും കൊടുക്കും. ഇനി 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. ഇവിടെ ബലം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ mg ആയതിനാൽ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഇൻറ്റു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 9.8 ന്യൂട്ടൺ. അതായത് ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് അല്ലേ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ 9.8 1 കിലോഗ്രാം വെയിറ്റ്. ഇത് മാത്രം നിങ്ങളോട് പഠിച്ചാൽ മതി കേട്ടോ. കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. ഓക്കെ, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞത് എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ്. 9.8 ന്യൂട്ടൺ. ഇനി നിർബാധ പതനവും ഭാരമില്ലായ്മയും. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണം ബലം കാരണം എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് പതിക്കില്ല. ഇപ്പൊ നമ്മൾ മേലിൽ നിന്ന് ഒരു സാധനം താഴേക്ക് ഇടുകയാണെങ്കിൽ താഴെ വന്ന് പതിക്കുന്ന എന്താണ്? ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് അല്ലെ. ഇതിനെയാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. നിർബാധ പതനം എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ഘർഷണം ഇല്ലാതെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഒരു വസ്തു എന്ത് ചെയ്യണം? ഭൂമിയിലേക്ക് പതിക്കണം അല്ലെ. ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം മേലെ നിന്ന് ഒരു സാധനം എന്ത് ചെയ്യണം? ഭൂമിയിലേക്ക് പതിച്ചേ പറ്റൂ. ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കണം. വായുവിന്റെ ഘർഷണം താരതമ്യേന കുറവായിരിക്കുന്നതിനാൽ അത് നാം എന്ത് ചെയ്യാറില്ല? പരിഗണിക്കാറില്ല എന്ന് മാത്രം. ഓക്കെ, നിർബാധനം എന്ന് ഘർഷണമില്ലാതെ ഇനി നോക്കൂ, ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുന്നുവെങ്കിൽ നാം ബാലൻസിൽ ഒരു ബലം പ്രയോഗിക്കുന്നു. ബാലൻസ് നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് ബാലൻസിൽ കാണിക്കുന്ന റീഡിംഗ്. ഇതാണ് പ്രതിബലം എന്ന് പറയുന്നത്. ഞാനത് അവിടെ ബോക്സ് ഉള്ളത് കൊണ്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. സ്പ്രിംഗ് ബാലൻസിൽ റീഡിംഗ് കാണിക്കാനുള്ള കാരണവും നാം നിൽക്കുന്ന ബാലൻസ് നിർബാധം പതിച്ചാൽ റീഡിംഗ് 0 ആയിരിക്കുമല്ലോ. ഈ അവസരത്തിൽ നമ്മളും ത്രാസും ഗുരുത്വാകർഷണ ത്വരണത്താൽ നിർബാധം പതിക്കുന്നത് കൊണ്ടാണ് ത്രാസിന് പ്രതിബലം തരാൻ കഴിയാത്തതാണ് ഭാരമില്ലായ്മ തോന്നാനായിട്ട് കാരണം. നാം സ്പർശിച്ചു നിൽക്കുന്ന തറയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിബലമാണ് ഭാരമായിട്ട് അളക്കുന്നത്. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് നിർബാധ പതനം എന്താന്ന് ചോദിച്ചാൽ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? നിർബാധ പതനം എന്ന് പറയുന്നത് കേട്ടോ. അതവിടെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഗ്രഹങ്ങളിലെ ഓരോ ഗ്രഹത്തിലും ഗുരുത്വാകർഷണ ത്വരണം എത്രയാണെന്ന് നോക്കാം. ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് എത്ര? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണം 9.8. എത്രയാണ്? 9.8 ഭൂമിയുടെ. ബുധന്റെയോ 3.7. നമുക്ക് ഏറ്റവും കൂടുതൽ ഏതിലാ നോക്കിക്കേ?
ഗുരുത്വാകർഷണ ത്വരണം. ഓരോ ഗ്രഹണത്തിലും ഗുരുത്വാകർഷണ ത്വരണം, ഓരോ ഗ്രഹത്തിലെയും ഗുരുത്വാകർഷണ ത്വരണം ചിലപ്പോൾ ചോദിച്ചാലോ, ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിക്കേ, 23.1 വ്യാഴത്തിനാണ് അല്ലേ. ഏറ്റവും വലിയ ഗ്രഹമായിട്ട് വ്യാഴത്തിന് തന്നെ ഇരിക്കട്ടെ അല്ലേ. അപ്പൊ 23.1 വ്യാഴത്തിൻ്റെത്. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് ഇത് നെപ്റ്റ്യൂൺ അല്ലേ, 11 വരുന്നുണ്ട്. പിന്നെ ഭൂമി ഇവിടെ 1ാം സ്ഥാനം വ്യാഴത്തിന് കൊടുക്കുക, നെപ്റ്റ്യൂണിന് 2ാം സ്ഥാനം കൊടുക്കുക അല്ലെ 11. പിന്നെ ഭൂമിക്കോ 9.8, പിന്നെ ശനിക്ക് 4ാം സ്ഥാനം കൊടുക്കുക അല്ലെ 9 വരുന്നുണ്ട്. പിന്നെ ഇവിടെ 8.9 വരുന്നുണ്ട്, 8.7 വരുന്നുണ്ട് യുറാനസിന്. പിന്നെ ചൊവ്വയ്ക്കും ബുധനും ഒരേ അളവ് വരുന്നുണ്ട് അല്ലേ, 6 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 1ാം സ്ഥാനം ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണം അനുഭവപ്പെടുന്നത് ഏതിനാണ്, വ്യാഴത്തിനാണ്, 23.1. 2ാം സ്ഥാനം ആർക്ക് വരുന്നുണ്ട്, നെപ്റ്റ്യൂണിന് വരുന്നുണ്ട് 11. പിന്നെ ഭൂമിക്ക് 9.8. 4ാം സ്ഥാനം ശനിക്കാണ് 9 വരുന്നുണ്ട്. 5ാം സ്ഥാനം യുറാനസിനാണ്, 5ാം സ്ഥാനം ശുക്രന് വരുന്നുണ്ട് അല്ലെ 8.9. യുറാനസിന് 8.7 വരുന്നുണ്ട്. പിന്നെ 3.7 ബുധനും, പിന്നെ 3.7 ചൊവ്വയ്ക്കും, ചൊവ്വ ബുധൻ അല്ലെ, അതിന് 3.7. അപ്പൊ ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ചൊവ്വയ്ക്കും ബുധനാണെന്ന് കണക്കാക്കുക. അതങ്ങനെയെങ്കിലും അങ്ങനെ പഠിച്ചേക്കുന്നത്. ഇപ്പൊ എല്ലാ സംഖ്യയും നമുക്ക് പഠിക്കുമ്പോൾ ഒരു ഇതാവും. ചൊവ്വയ്ക്കും ബുധനുമാണ് ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ത്വരണം 3.7 എന്നുള്ളത്. ഏറ്റവും കൂടുതൽ വ്യാഴത്തിനാണ്. പിന്നെ ഭൂമിയുടെ നമുക്ക് എസ്പെഷ്യലി പഠിക്കണം അല്ലെ, അത് എത്രയാണ്, 9.8 ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.